ആലപ്പുഴ ചേർത്തലയിൽ അസ്ഥിക്കൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പള്ളിപ്പുറത്തെ വീട്ടിൽ പ്രതി സെബാസ്റ്റ്യനുമായി ഇന്ന് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ചും ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ചേർത്തലയിൽ പരിശോധന നടത്തും. വിവരങ്ങളുമായി രഞ്ജിൽ ചെയ്തുണ്ട്. രഞ്ജിൽ, അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. ആതിര, ഈ ഒരു തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനുമായി ഇന്ന് പള്ളിപ്പുറത്തെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് ഈ ഒരു വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിവരം. ഈ ഒരു സെബാസ്റ്റ്യനുമായി പള്ളിപ്പുറത്തെ വീട്ടിലെത്തി കോട്ടയം ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ചും തെളിവെടുപ്പ് നടത്തും. അതായത് ബിന്ദു തിരോധാനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ട് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘവുമാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തുന്നത്. ഇയാളുടെ ഒരു വീട്ടിൽ നിന്ന്, പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് നേരത്തെ അസ്ഥികൂടങ്ങൾ ലഭിച്ചിരുന്നു. അതായത് തുടയിലിന്റെയും തലയോട്ടിയുടെയും അസ്ഥികൂടങ്ങൾ ലഭിച്ചിരുന്നു. ഈ ഒരു അസ്ഥികൂടങ്ങൾ മനുഷ്യൻ്റെതാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു ജൈനമ്മയുടെ തിരോധാനത്തിൽ അന്വേഷണം അല്ലെങ്കിൽ ജൈനമ്മയുടെ തിരോധാനം കൊലപാതകമാണെന്ന തരത്തിൽ കേസ് മാറിയത്. ആ ഒരു അന്വേഷണമാണ് ഇപ്പോൾ വീണ്ടും ഒരു തെളിവെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇയാളുടെ ഈ ഒരു ആലപ്പുഴയിൽ ചേർത്തലയിലുള്ള ഈ ഒരു വീട്, പള്ളിപ്പുറത്തെ വീട് എന്ന് പറയുന്നത് ദുരൂഹം അല്ലെങ്കിൽ നിഗൂഢമായ ഒരു പ്രദേശം തന്നെയാണ്. കാരണം 2.5 ഏക്കറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രദേശം, ഒട്ടും അടുത്ത് ഒന്നും തന്നെ ആൾക്കാരോ ശബ്ദമോ ഇല്ലാത്തൊരു പ്രദേശം, കാട് മൂടിയൊരു വീട്. അതിൽ ഒരു നിരവധി ചതുപ്പ് നിലയങ്ങളും വലിയതും ചെറിയതുമായ കുളങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഈ ഒരു ചതുപ്പ് നിലയങ്ങളിലൊക്കെ തന്നെ പരിശോധന ഇന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ ഇയാളുടെ ഒരു വീടിനകത്ത് പുതിയതായി തറയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു തറയൊക്കെ തന്നെ പൊളിച്ച് നീക്കിക്കൊണ്ട് ഒരു പരിശോധന നടത്തും അല്ലെങ്കിൽ തെളിവെടുപ്പ് നടത്തുമെന്നാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു കേസിൽ 2006 കാണാതായ ബിന്ദു പത്മനാഭനും 2012 കാണാതായ ഐഷയും 2024 കാണാതായ ജൈനമ്മയും ഈ ഒരു 3 തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 2020 കാണാതായ സിന്ധുവിൻ്റെ തിരോധാന കേസും ഇതിനോടൊപ്പം തന്നെ ബന്ധപ്പെടുത്തി അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഈ ഒരു ഐഷ, ജൈനമ്മ അതുപോലെ തന്നെ ബിന്ദു പത്മനാഭൻ, ഈ 3 പേരുടെ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ നേരിട്ട് പങ്കുള്ളതായി വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസ് ഇപ്പോൾ ഈ ഒരു തെളിവെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ ജൈനമ്മയുടെ തിരോധാനമാണ് ഇപ്പോൾ കൊലപാതകമാണോ എന്ന സംശയത്തിൽ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും പള്ളിപ്പുറത്തെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളെന്ന് തന്നെ വ്യക്തമാകുക. അതുപോലെ തന്നെ സിന്ധുവിൻ്റെ കാര്യത്തിൽ 2020 കാണാതായ സിന്ധുവിൻ്റെ കാര്യത്തിൽ ഈ ഒരു തിരോധാനം അല്ലെങ്കിൽ ഈ ഒരു കേസ് ഇതിലേക്ക് എത്തുന്നത് സിന്ധുവിനെ കാണാതായത് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിലാണ്. അതായത് മകളുടെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുമ്പാണ് ഈ ഒരു സിന്ധുവിനെ കാണാതാവുന്നത്. ആ ഒരു പെട്ടെന്നുള്ള ഒരു തിരോധാനമാണ് ഈ ഒരു സെബാസ്റ്റ്യനിലേക്ക് ഈ ഒരു കേസ് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു കേസും അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 16 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 16 വർഷത്തിനുള്ളിൽ മിസ്സായിട്ടുള്ള സ്ത്രീകളുടെ കേസ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. അതിലും ഈ സെബാസ്റ്റ്യന് പങ്കുണ്ടോ എന്ന കാര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി കൂടുതൽ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് പള്ളിപ്പുറത്തെ വീട്ടിലാണ് സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് നടത്തുന്നത്. ഈ ഒരു തെളിവെടുപ്പിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ എന്തായാലും വ്യക്തമാവുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ പറയേണ്ടത് ഈ ഒരു കേസിൽ ജൈനമ്മയുടെ കൊലപാതകവുമായി അല്ലെങ്കിൽ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സെബാസ്റ്റ്യനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പക്ഷേ അതിൽ ഐഷയുടെയും ബിന്ദു പത്മനാഭൻ്റെയും തിരോധാനം വന്നത് ഈ ഒരു ആലപ്പുഴയിലെ ചേർത്തല വീട്ടിൽ നിന്നും അസ്ഥികൂടം ലഭിച്ചിരുന്നു. ഈ ഒരു അസ്ഥികൂടത്തിൽ തലയോട്ടിയുടെ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ അതിൽ പല്ലിൽ ക്ലിപ്പിട്ട ഒരു തരത്തിലുള്ള ഒരു അസ്ഥികൂടമായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഈ ഒരു മിസ്സായ അല്ലെങ്കിൽ ഐഷയുടെയും ബിന്ദു പത്മനാഭനും ഈ ഒരു പല്ലിൽ ക്ലിപ്പിട്ടിരുന്നു എന്ന തരത്തിലുള്ള സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യമൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 2 പേരുടെയും തിരോധാനവും ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിലവിൽ 4 കേസുകളാണുള്ളത്. ആ 4 തിരോധാനവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമായിരിക്കും ഈ ഒരു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാവുക. ഈ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആതിര. ശരി, രഞ്ജിലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.